ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനിടെയായ ഉഷയുടെ ശസ്ത്രക്രിയ പൂർത്തിയായി. വയറ്റിൽ കുടുങ്ങിയ കത്രിക പുറത്തെടുത്തതായി ഡോക്ടർമാർ അറിയിച്ചു. കത്രിക പോലീസിന് കൈമാറുകയാണ് ചെയ്തത്. അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർക്കൊപ്പം എറണാകുളം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും ഒക്കെ ചേർന്നാണ് ശസ്ത്രക്രിയ നടത്തിയത്. അത്രമേൽ വളരെ വൈഭവത്തോടുകൂടി പൂർത്തീകരിക്കേണ്ട 5 വർഷം ഒരു ശരീരത്തിന്റെ ഭാഗമായിരുന്ന ഒരു ഫോറിൻ സബ്സ്റ്റൻസിനെയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ സങ്കീർണമായിരിക്കാം ഒരു പക്ഷേ. പുറത്തെടുത്ത കത്രികയുടെ ദൃശ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ലഭ്യമാണ്. നമുക്ക് അത് കാണാനും കഴിയും. അതിനു മുൻപ് സായ്കുമാറിലേക്ക് നമ്മൾ പോവുകയാണ്. സായി, 5 വർഷം ഒരു ശരീരത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു ഫോറിൻ സബ്സ്റ്റൻസിനെയാണ് പുറത്തേക്ക് എടുക്കുന്നത്. സങ്കീർണമായ ശസ്ത്രക്രിയയാണ്. ഏതാണ്ട് 3 മണിക്കൂറോളം എടുത്തു ഡോക്ടർമാർ ആ പ്രക്രിയ പൂർത്തീകരിക്കാൻ എന്നുള്ളതൊക്കെയാണ് അറിയുന്നത്. അവരുടെ ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ച മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ആശുപത്രി അധികൃതർ പുറത്തേക്ക് നൽകുന്നത്? ഗുഡ് ഈവനിങ് മാധു. എന്തായാലും ആശ്വാസകരമായിട്ടുള്ള കാര്യം, ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വിജയകരമായി തന്നെ ആ ശസ്ത്രക്രിയ പൂർത്തീകരിക്കാൻ അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് കഴിയുകയും ചെയ്തു. ആ ശസ്ത്രക്രിയ ഉപകരണത്തിന്റെ ദൃശ്യം, ഉഷയുടെ വയറിൽ നിന്ന് പുറത്തെടുത്ത ശസ്ത്രക്രിയ ഉപകരണത്തിന്റെ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഞെട്ടലുണ്ടാകും. ഈ ഒരു ഉപകരണമാണ് കഴിഞ്ഞ 5 വർഷമായി ഒരു യുവതിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് എന്ന്. അത് 5 വർഷം ആ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഭാഗം പൊട്ടിയ നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൂടി പുറത്തെടുത്തിട്ടുണ്ട്. അതിപ്പോൾ പോലീസിന് കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഉഷയുടെ ഭർത്താവിന്റെ പരാതിയിൽ ഇപ്പോൾ അമ്പലപ്പുഴ പോലീസ് കേസെടുക്കുകയും കേസിന്റെ നടപടികളിലേക്ക് പോലീസ് കടന്നു. ഈ ശസ്ത്രക്രിയക്ക് മേൽനോട്ടം വഹിച്ച ഡോക്ടർ ലളിതാംബികയെ പ്രതിചേർത്തുകൊണ്ട് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സർവീസിലുള്ള ഡോക്ടർമാരെ കേസിൽ പ്രതി ചേർക്കണമെങ്കിൽ അതിന്റെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കണം. ലളിതാംബിക ഡോക്ടർ ഇപ്പോൾ റിട്ടയർ ചെയ്ത ഡോക്ടറാണ്. അതുകൊണ്ട് അവരെ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. നിലവിൽ സർവീസിലുള്ള സേവനം ചെയ്യുന്ന ഡോക്ടർമാരാണെങ്കിൽ അവർക്കെതിരെ പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും നടപടി ഉണ്ടാവുക. എന്തായാലും അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതിന്റെ നേർസാക്ഷ്യമാണ് ഇന്നിപ്പോൾ ഉഷയുടെ വയറിൽ നിന്ന് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത ഈ ശസ്ത്രക്രിയ ഉപകരണം കാണുമ്പോൾ. അത് ഈ വളരെ മൂർച്ചയുള്ള ആ ഉപകരണത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഉപകരണവുമായി 5 വർഷം അവർക്ക് ജീവിക്കേണ്ടി വന്നു. വേദന തിന്നു. അതിനുശേഷം അത് കണ്ടെത്താൻ പോലും, ഇങ്ങനെയൊരു ഉപകരണം അവരുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് കണ്ടെത്താൻ പോലും നമ്മുടെ സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. കുറേയധികം ഗുളികകൾ അവർക്ക് ഇതിന്റെ പേരിൽ കഴിക്കേണ്ടി വന്നു. പക്ഷെ അപ്പോഴൊക്കെ മൂത്രത്തിൽ തടസ്സം, മൂത്രത്തിൽ കല്ല് എന്നൊക്കെ പറഞ്ഞ് മടക്കി അയച്ചതും ഇതേ ഡോക്ടർമാർ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇപ്പോഴെന്തായാലും കഴിഞ്ഞ ദിവസം നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഇങ്ങനെയൊരു ഉപകരണം കഴിഞ്ഞ 5 വർഷമായി അവരുടെ വയറിലുണ്ട് എന്ന് കണ്ടെത്തിയത്. അതിനുശേഷം കേരളം സമാനതകളില്ലാത്ത വലിയൊരു പ്രതിഷേധം തന്നെ നടന്നു. ഈ ഒരു വാർത്ത വന്ന് മിനിറ്റുകൾക്കകം തന്നെ നമ്മളിൽ ആ വാർത്ത ആദ്യം കൊടുക്കുകയും ഉഷയുടെ വാക്കുകൾ കേരളത്തിന് കേൾപ്പിക്കുകയും ചെയ്തതിൻ്റെ തൊട്ടടുത്ത നിമിഷം തന്നെ അതിൽ ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. വളരെ വേഗത്തിൽ അവരെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റാൻ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ഇടപെട്ടു. ഇപ്പോഴെന്തായാലും ആ ശസ്ത്രക്രിയ പൂർത്തിയായി. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം മാധു, ഈ വണ്ടാനം മെഡിക്കൽ കോളേജ് തിങ്കളാഴ്ചയാണ് ആ ശസ്ത്രക്രിയ പറഞ്ഞിരുന്നത്. തിങ്കളാഴ്ച വന്നാൽ ഓപ്പറേറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനവർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. അതിപ്പോൾ അമൃത ആശുപത്രിയിൽ വെച്ച് ആ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ പൂർണ്ണ ആരോഗ്യവതിയായ ഉഷ മടങ്ങിവരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, സായ്കുമാറാണ് വിശദമായ വിവരങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നത്. അതിലേറ്റവും അത് നോക്കൂ, അനീതിയുടെ നീതിരാഹിത്യത്തിന്റെ ഒരു വലിയ പരമ്പര തന്നെയാണ് ഉഷ ജോസഫിന് അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. അതിലേറ്റവും അവസാനത്തേത് നമ്മൾ എടുത്തു പറയേണ്ടത് അതുതന്നെയാണ്. ഈ പ്രശ്നമുണ്ടായി, ഈ ഉത്തരവാദിത്ത രാഹിത്യം കൊണ്ട് 5 വർഷം ഈ സ്ത്രീക്ക് വേദന അനുഭവിക്കേണ്ടി വന്നു എന്ന കൃത്യമായ ബോധ്യമുണ്ടായിട്ടും ഇനി സൗകര്യമുള്ളൊരു ദിവസം തിങ്കളാഴ്ച വന്നാൽ ഈ ശസ്ത്രക്രിയ നടത്താമെന്ന നിലപാടാണ് ആശുപത്രി അധികൃതർ സ്വീകരിച്ചത് എന്നതടക്കം ഇപ്പോൾ അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. വിദഗ്ധ സംഘം 2 ആശുപത്രികളിൽ നിന്നായി എത്തുന്നു. ആ ശസ്ത്രക്രിയ 3 മണിക്കൂർ കൊണ്ട് പൂർത്തിയാകുന്നു. ആ കത്രിക പുറത്തേക്ക് എടുത്തുകൊണ്ടുവരുന്നു. ഇങ്ങനെ വേണം ഈ സിസ്റ്റം പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ഇതാ നമ്മളുടെ കൈകളിലേക്ക് ആ ദൃശ്യങ്ങൾ വരികയാണ്. ഇതാണ് ഉഷ ജോസഫിന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കൊണ്ടുവന്ന കത്രിക എന്ന് പറയുന്നത്. ഇത് 5 വർഷമായി അവരുടെ ശരീരത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വാർത്ത. ഇതിന് ചെറിയ കേടുപാടുകളും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഡോക്ടർ ലളിതാംബിക ഈ കവറിനുള്ളിൽ, 2ാമത്തെ കവറിനുള്ളിൽ കാണുന്നതാണ് ഈ കത്രികയുടെ ഒടിഞ്ഞ ഭാഗം ആയി കാണുന്നത്. ഡോക്ടർ ലളിതാംബിക ഇന്നലെ പറഞ്ഞത് എന്താണ്? 5 വർഷമല്ല 50 വർഷം ശരീരത്തിൽ ഇരുന്നാലും ഒരു കുഴപ്പവും വരില്ല എന്ന്. നമ്മൾ പരിഹാസ രൂപേണ ചോദിക്കുന്നുണ്ടായിരുന്നു കത്രികയ്ക്കാണോ എന്ന്. പക്ഷെ കത്രികയ്ക്ക് പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കത്രികയ്ക്ക് പോലും കേടുപാടുകൾ സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 2 കഷ്ണമായിട്ടാണ് അത് വീണ്ടെടുക്കാൻ കഴിഞ്ഞത്. 3 മണിക്കൂർ 3.5 മണിക്കൂറോളം നീണ്ട
അതിസങ്കീർണമായ ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ഈ ഉപകരണം ഉഷ ജോസഫിന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉഷ ജോസഫിന്റെ ഭർത്താവിന്റെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഉപകരണത്തിന് ഇപ്പോൾ തെളിവ് മൂല്യമുണ്ട്. അത് പോലീസിന് കൈമാറുക എന്നുള്ളൊരു നടപടിയിലേക്ക് ആശുപത്രി അധികൃതർ കടക്കുകയുമാണ്